ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വേറൊന്നുമല്ല, നമ്മുടെ പെട്രിയ പ്ലാന്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് സാൻഡ് പെപ്പർ വൈൻ എന്നൊക്കെ പറയുന്ന ഒരു പേരുള്ള ഒരു പ്ലാന്റാണ് പെട്രിയ. അതിൻ്റെ 3 കളേഴ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിങ്ക്, വയലറ്റ്, വൈറ്റ്, ഈ 3 കളേഴ്സ് ആയിരുന്നു നമ്മുടെ പെട്രിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നത്. പ്ലാന്റിന്റെ കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടി വില കുറച്ച് നമ്മൾ പുതിയതായിട്ടൊരു കോംബോ ചെയ്യുകയാണ്. അപ്പോൾ പ്ലാന്റിന്റെ സൈസ് ഇതുവരെ കാണാത്തവർക്ക് ആ പ്ലാന്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പെട്രിയ പ്ലാന്റ് എന്താ പറയുക, നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായി ഒരുപാട് ഫ്ലവേഴ്സ്, കുലകുലയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പെട്രിയയുടെ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ വൈറ്റും വയലറ്റും നമ്മുടെ വീട്ടിൽ പൂക്കളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. മാത്രമല്ല നമുക്കിത് വലിയ ഒരു അത്യാവശ്യം ഒരു കെയറിങ് മാത്രം കൊടുത്താൽ മതി. അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രം നമുക്ക് കുറച്ച് ഒരു കെയറിങ് കൊടുത്താൽ മതി. ബാക്കി അത് സ്വന്തം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിക്കോളും, നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിലും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പെട്രിയുടെ കളർ ഇതാണ്. ഇത് വൈറ്റ് കളർ വന്നിട്ടുള്ള പെട്രിയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പെട്രിയുടെ വയലറ്റ് കളറാണ് കേട്ടോ. വയലറ്റ് കളറ് നമ്മുടെ വീട്ടിലുണ്ടായ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൂവിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പെട്രിയുടെ വൈറ്റാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈയാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് പെട്രിയുടെ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് നമുക്ക് വയലറ്റിൻ്റെ അത്ര വലുതായിട്ടില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വലുതായി പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്രിയുടെ വൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് ചട്ടിയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ വയലറ്റ് നമ്മൾ നേരെ മണ്ണിലേക്ക് നടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല രീതിയിൽ വയലറ്റിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ വളർന്നു. ഇത് നമ്മളെന്തായാലും മാറ്റി നടാൻ പോവാണ്, കാരണം അതിൽ പൂക്കൾ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ഒരു ചെടിക്ക് വളരാനൊരു സ്പേസ് വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ട് പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പം നമുക്ക് മണ്ണിലേക്ക് നേരിട്ട് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വൈറ്റ് കളറിൻ്റെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മാത്രമല്ല നമുക്ക് ഒത്തിരി ഡാമേജ് ഒന്നും വരാണ്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പെട്രിയ. അടുത്ത കളറ്, പെട്രിയുടെ അടുത്ത കളറ് പിങ്ക് കളറാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാത്തൊരു കളറാണ്. പെട്രിയുടെ 2 കളേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവുള്ളൂ. പെട്രിയുടെ പിങ്കും നമുക്ക് ഈ ഒരു കോംബോയിൽ അവൈലബിൾ ആണ്. പിങ്കിന് ലീവ്സ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, കണ്ടില്ലേ. നമ്മുടെ സാധാരണ ഒരു ചെടിയുടെ ലീവ്സ് പോലെയാണ് തോന്നുന്നത്. പക്ഷേ പെട്രിയും ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ ലീവ്സൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ പിങ്കിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത്രയാണ് നമ്മുടെ പെട്രിയുടെ 3 കളേഴ്സ് വന്നിട്ടുള്ളത്. തൈകളും സൈസും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പെട്രിയുടെ വിലയുടെ കാര്യമാണ്. ഈ കോംബോയ്ക്ക് വരുന്ന വിലയുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ഒത്തിരി പ്രൈസ് കുറഞ്ഞു. 300 രൂപയ്ക്ക് ഈ ഒരു 3 കളർ പെട്രിയ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസാണ് കേട്ടോ. 300 രൂപയ്ക്ക് ഈ 3 കളേഴ്സ് പെട്രിയ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് നമുക്ക് കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.